പുരുഷന്മാരുടെ സെക്സ് ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ലിബിഡോ കുറയാം, ഇറക്ഷൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം, ക്ഷീണം, തളർച്ച, മസിൽ വേസ്റ്റിംഗ് ഇതെല്ലാം ഉണ്ടാവാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആർട്ടിഫിഷ്യലി റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. തൈറോയ്ഡ് ഹോർമോൺ കുറവുള്ളവർക്ക് തൈറോയ്ഡ് ടാബ്ലറ്റ് കഴിക്കുന്ന പോലെ ടെസ്റ്റോസ്റ്ററോൺ കുറവുള്ളവരെ ഹൈപ്പോഗൊണാഡിസം എന്ന് പറയും. അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ് ചെയ്യാം. പക്ഷേ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആർക്കൊക്കെയാണ് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി പറഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഏതെല്ലാം രൂപത്തിലാണ് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ആൻഡ്രജൻ ആണ്, അതായത് പുരുഷന്മാരുടെ സെക്സ് ഹോർമോൺ ആണ്. പുരുഷന്മാരിൽ ഹൈപ്പോഗൊണാഡിസം, അതായത് ടെസ്റ്റിസ് മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നും ടെസ്റ്റിസിലേക്ക് പോകുന്ന ഹോർമോൺസ് ഉണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഹൈപ്പോഗൊണാഡിസത്തിൽ ചെന്നെത്തിക്കാം. പുരുഷന്മാരുടെ ഹൈപ്പോഗൊണാഡിസത്തിന് FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ളതാണ് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൈപ്പോഗൊണാഡിസത്തിൻ്റെ സിംറ്റംസ് ആണ് ലിബിഡോ കുറയുന്നത്, പെർഫോമൻസ് കുറയുന്നത്, ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, രാത്രി പിനസിലുണ്ടാവുന്ന സ്റ്റിഫ്നെസ് കുറയുന്നത്, പുരുഷന്മാർക്ക് താടി അല്ലെങ്കിൽ മീശ ഇവിടെയൊക്കെ സ്പേസ് ആയിട്ടുള്ള ബിയേർഡ് ഗ്രോത്ത് ഉണ്ടാവുന്നത്, അതായത് സാധാരണ രീതിയിലും കുറവ് മാത്രം, അതും അല്ലെങ്കിൽ ടെസ്റ്റസിൻ്റെ സൈസ് കുറയുന്നത്. പുരുഷന്മാർക്ക് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് എടുക്കേണ്ട സിറ്റുവേഷൻ ഒന്നാണ് ഹൈപ്പോഗൊണാഡിസം എന്ന് പറയുന്നത്. ഇത് കോമൺ ആണ്. 60 മുതൽ 70 വയസ്സ് വരെയുള്ള പുരുഷന്മാരിൽ 19% ആൾക്കാർക്കും ഹൈപ്പോഗൊണാഡിസം ഉണ്ടാവാം. 70s to 80s ഏജുള്ളവർക്ക് 28% ഹൈപ്പോഗൊണാഡിസം ഉണ്ടാവാം. 80s മുകളിലേക്കാണ് പ്രായമെങ്കിൽ 50% വരെ ഹൈപ്പോഗൊണാഡിസത്തിന് ചാൻസ് ഉണ്ട്. പക്ഷേ ഹൈപ്പോഗൊണാഡിസം 60s മുകളിലേക്ക് മാത്രമല്ല, 30s ഉണ്ടാവാം, 40s ഉണ്ടാവാം. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറവാണോ എന്ന് നോക്കാൻ ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യേണ്ടത്. മോർണിംഗ് സാമ്പിളാണ് എടുക്കേണ്ടത്. ഇനി ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒറ്റ പ്രാവശ്യം ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. 2 പ്രാവശ്യം ഒരേപോലെ നോർമൽ ലെവലിനേക്കാളും കുറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഹൈപ്പോഗൊണാഡിസം എന്ന് പറയുന്നത്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കുറഞ്ഞാൽ മാത്രം പോരാ, ഹൈപ്പോഗൊണാഡിസത്തിൻ്റെ സിംറ്റംസും വേണം ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന പുരുഷന്മാരുണ്ടാവും, ഫാമിലി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കാരണം ഇവർക്ക് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ സ്പേമിൻ്റെ കൗണ്ട് വീണ്ടും കുറയാണ് ചെയ്യുക. ഫെർട്ടിലിറ്റീനെ അത് വീണ്ടും ബാധിക്കാം. ഇങ്ങനെയുള്ളവർക്ക് ക്ലോമിഫിൻ സിട്രേറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണഡോട്രോപ്പിൻ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് എടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്പേമിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യാതെ തന്നെ അവർക്ക് ഫെർട്ടിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും, ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാനും സാധിക്കും. ഇനി ഹൈപ്പോഗൊണാഡിസം തന്നെ 2 രീതിയിലുണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറി ഹൈപ്പോഗൊണാഡിസം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിൻ്റെ പ്രശ്നമാണ്. സെക്കൻഡറി ഹൈപ്പോഗൊണാഡിസം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള പ്രശ്നമാണ്. നോർമലി ടെസ്റ്റോസ്റ്ററോണിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഡൽട്ട് മെയിലിന് കാണേണ്ട ലെവൽ എന്ന് പറയുന്നത് 300 മുതൽ 1000 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. പക്ഷേ ഈ വാല്യൂ നിങ്ങൾ ചെയ്യുന്ന ലാബിനനുസരിച്ചിട്ട് മാറ്റം വരാം. നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത ലാബിൻ്റെ റിപ്പോർട്ടിൽ ഒരു റെഫറൻസ് റേഞ്ച് കൊടുത്തിട്ടുണ്ടാകും. ആ റേഞ്ച് നോക്കിയിട്ട് നോർമൽ ആണോ അല്ലേ എന്ന് കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നോർമൽ റേഞ്ചിൽ ടെസ്റ്റോസ്റ്ററോൺ ഉള്ളവർക്ക് പോലും ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത്, അതായത് ഹൈപ്പോഗൊണാഡിസത്തിൻ്റെ സിംറ്റംസ് ഉണ്ടാവാം. ഇനി നോർമൽ ലെവലിനേക്കാളും കുറവ്, അതായത് 300-നേക്കാളും കുറവ് ലെവലുള്ളവർക്കും ചിലപ്പം സിംറ്റംസ് ഉണ്ടായില്ല എന്നും വരാം. വേറെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, 2 പ്രാവശ്യം മോർണിംഗ് ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് അത് 300-ന് താഴേക്ക് കണ്ടു, അതിൻ്റെ കൂടെ ടെസ്റ്റോസ്റ്ററോൺ കുറയുന്നതിൻ്റെ, അതായത് ഹൈപ്പോഗൊണാഡിസത്തിൻ്റെ സിംറ്റംസും ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ആ തീരുമാനം നിങ്ങളുടെ യൂറോളജിസ്റ്റിനോ എൻഡോക്രൈനോളജിസ്റ്റിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. സീനിയർ ആയിട്ടുള്ള പുരുഷന്മാർക്ക്, 60-ന് മുകളിലേക്ക് വയസ്സുള്ളവർക്ക് നോർമലി കാണേണ്ട ഒരു ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത് 500-ൻ്റെയും 800 നാനോഗ്രാമിൻ്റെയും ഇടയിലാണ്. യങ്സ്റ്റേഴ്സിലാണെന്നുണ്ടെങ്കിൽ 650-ൻ്റെയും 900 നാനോഗ്രാമിൻ്റെയും ഇടയിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ലാബിനനുസരിച്ചും ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് രാവിലെ 8 മണിൻ്റെയും 10 മണിൻ്റെയും ഇടയിൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി സെക്കൻഡറി ഹൈപ്പോഗൊണാഡിസം ആണെന്നോ കണ്ടുപിടിക്കാൻ, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രശ്നമാണോ എന്ന് കണ്ടുപിടിക്കാൻ മറ്റു ചില ടെസ്റ്റുകളും കൂടി ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും വേറെ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്. ല്യൂട്ടനൈസിങ് ഹോർമോൺ ഉണ്ട്, FSH ഉണ്ട്, TSH ഉണ്ട്, അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്, പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്ത് നോക്കേണ്ടതാണ്. 40 വയസ്സിൻ്റെ മുകളിലേക്ക് പ്രായമുള്ളവർക്ക് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ, അതായത് PSA എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവല് ലോ നോർമലിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, അതായത് 300-ൻ്റെ ചുറ്റുവട്ടത്തുണ്ട്, എന്നിട്ടും അവർക്ക് ഹൈപ്പോഗൊണാഡിസത്തിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇവർക്ക് സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യണം. ആൽബുമിൻ, അതായത് പ്രോട്ടീൻ്റെ അളവ് നോക്കേണ്ടതാണ്. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടണിന് താഴെ കാണാം. സെക്കൻഡറി ഹൈപ്പോഗൊണാഡിസം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല,
മറ്റു തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഉണ്ടാവാം. അപ്പോൾ ഡയബറ്റീസ് ഉണ്ടോ, കൊളസ്ട്രോളിൻ്റെ ലെവൽ നോക്കണം, പ്രോസ്റ്റേറ്റോ ബ്രസ്റ്റ് പോലത്തെ ക്യാൻസർ ഉണ്ടോ എന്ന് നോക്കണം, ചിലപ്പോൾ ജെനറ്റിക് സ്റ്റഡീസ് ചെയ്യേണ്ടി വരും. ഇത്രയും ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് ഹൈപ്പോഗോണാഡിസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കൺഫേം ചെയ്യാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയിലേക്ക് വരാം. നിങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അല്ല എടുക്കേണ്ടത്. ഇതൊരു സെപ്പറേറ്റ് വീഡിയോൻ്റെ വിഷയമാണ്. ആ വീഡിയോ മിസ്സാവാതെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല രൂപത്തിൽ ടെസ്റ്റോസ്റ്ററോൺ അവൈലബിൾ ആണ്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 2 ആപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്ന് ട്രാൻസ്ഡെർമൽ ആപ്ലിക്കേഷൻ ആണ്, അതായത് സ്കിന്നിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന പാച്ച് ഉണ്ട്, ജെല്ലുണ്ട്. രണ്ടാമത്തത് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആണ്, മസിലിൽ വെക്കുന്ന ഇഞ്ചക്ഷൻസ്. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഒരു കാരണവശാലും നിങ്ങൾ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് പ്രതീക്ഷിക്കാത്തത് പോലും ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കുന്ന സമയത്ത് ഉണ്ടാവാം. അപ്പോൾ കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും കൃത്യമായിട്ട് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഡ്വൈസിന് വേണ്ടി ഒരു യൂറോളജിസ്റ്റിനെയോ നിങ്ങളുടെ ഡോക്ടറിനെയോ കാണുന്നത് തന്നെയാണ് നല്ലത്. അതിനുവേണ്ടി ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ സർവീസസും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ട്രാൻസ്ഡെർമലും ഇൻട്രാമസ്കുലറും കൂടാതെ വായിലൂടെ കഴിക്കുന്ന ക്യാപ്സ്യൂൾസ് അവൈലബിൾ ആണ്. ബക്കൽ പ്രിപ്പറേഷൻസ് ഉണ്ട്. ബക്കൽ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ മൗത്തിൽ വെക്കുന്ന രീതിയിലാണ്, അവിടുന്ന് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട്. വായിലൂടെ കഴിക്കുന്ന ടെസ്റ്റോസ്റ്ററോൺ മെയിൻലി മീഥൈൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ രൂപത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് സാധാരണ രീതിയിൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും. പ്രത്യേകിച്ചും ലിവർ ടോക്സിസിറ്റി, മെറ്റബോളിക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. സാധാരണ രീതിയിൽ 6 മാസം വരെയൊക്കെയാണ് ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുക്കാറ്. 2020 FDA അപ്രൂവൽ കിട്ടിയിട്ടുള്ള മറ്റൊരു ഓറൽ ടെസ്റ്റോസ്റ്ററോൺ തെറാപ്പിയാണ്, അതായത് വായിലൂടെ കഴിക്കുന്ന മറ്റൊരു ടെസ്റ്റോസ്റ്ററോൺ മരുന്നാണ് ടെസ്റ്റോസ്റ്ററോൺ അൺഡിക്കനവേറ്റ് എന്ന് പറയുന്നത്. ഇതിന് വില കുറച്ച് കൂടുതലാണ്. പക്ഷേ മീഥൈൽ ടെസ്റ്റോസ്റ്ററോണിനേക്കാളും കുറച്ചും കൂടി പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷനും ഉണ്ട്. ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നത് കുറവായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇനി ബക്കൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറഞ്ഞാൽ മൗത്തിൻ്റെ ഉള്ളിൽ വെക്കുന്ന രീതിയിലുള്ള ഫോമാണ്. ഇത് ചവയ്ക്കാനോ വിഴുങ്ങാനോ പാടുള്ളതല്ല. പുതിയൊരു പ്രിപ്പറേഷനാണ് നേസൽ ജെൽ എന്ന് പറയുന്നത്. അതായത് മൂക്കിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യുന്ന തരത്തിലുള്ള ജെല്ലാണ്. ഒരു ദിവസം 3 പ്രാവശ്യം വരെ അപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ടെസ്റ്റോസ്റ്ററോണിൻ്റെ സൊല്യൂഷൻസ് അവൈലബിൾ ആയിരുന്നു. പക്ഷേ അത്ലറ്റ്സ്, പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് ഒക്കെ ഇത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അധിക സ്ഥലത്തും ഇപ്പോൾ അവൈലബിൾ അല്ല. സ്കിന്നിൻ്റെ തൊട്ട് താഴത്തെ ലെയർ, അതായത് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂവിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന തരത്തിലുള്ള പെല്ലറ്റ്സ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് സർജിക്കലി ചെയ്യണം. 3 മാസത്തിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ ആക്ഷൻ ഉണ്ടാവും. ഇതും അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു ചോയ്സ് അല്ല. കാരണം ഇംപ്ലാന്റ് ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് ജെല്ലുകളാണ്. സ്കിന്നിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം. സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട ജെല്ല് ഒന്നിക്കൽ ഷോൾഡറിൽ, അല്ലെങ്കിൽ അപ്പർ ആമിൽ, അല്ലെങ്കിൽ എബ്ഡോമൻ വയറ് ഭാഗത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. സ്ക്രോട്ടത്തിലല്ല അപ്ലൈ ചെയ്യേണ്ടത്. ഇനി ജെല്ലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എബ്ഡോമനിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഷോൾഡറും അപ്പർ ആമാണെന്നാണ് സ്റ്റഡീസിൽ പറയുന്നത്, അബ്സോർപ്ഷൻ കൂട്ടാൻ. ഇനി ഇഞ്ചക്ഷൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 പോപ്പുലർ ആയിട്ടുള്ള ഫോമാണുള്ളത്. ഒന്ന് ടെസ്റ്റോസ്റ്ററോൺ ഇനാൻതേറ്റ് ആണ്, രണ്ടാമത്തേത് ടെസ്റ്റോസ്റ്ററോൺ സിപ്പിയോണേറ്റ് ആണ്. ഈ 2 ഇഞ്ചക്ഷൻസും സാധാരണ രീതിയിൽ ആഴ്ചയിൽ ഒരിക്കലാണ് വെക്കേണ്ടത്. 100 മില്ലിഗ്രാമാണ് സ്റ്റാർട്ടിംഗ് ഡോസ് എന്ന് പറയുന്നത്. പക്ഷേ ഇഞ്ചക്ഷൻസിന് പെയിൻ ഉണ്ടാവാം. കൃത്യമായിട്ടും ഇടയ്ക്കിടയ്ക്കും മോണിറ്ററിങ് ചെയ്യുന്നത്, അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഇഞ്ചക്ഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. ഇനി ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് പറയാം. ബക്കൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവാം. സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ജെല്ലുകളാണെന്നുണ്ടെങ്കിൽ അവിടെയും ചിലപ്പം ചിലർക്ക് ഇച്ചിങ് പോലെയൊക്കെ ഉണ്ടാവാം. നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ജെല്ല് സ്ത്രീകളും കുട്ടികളും ആയിട്ട് സ്കിൻ കോൺടാക്റ്റ് വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ജെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് തുണി വെച്ചിട്ട് മറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റിന് മുമ്പേ അത് കഴുകി കളയേണ്ടി വരും. ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ സ്കിന്നിൽ ടെസ്റ്റോസ്റ്ററോൺ ആവുന്നതിനനുസരിച്ച് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇഞ്ചക്ഷൻസ് ചെയ്യുമ്പോൾ പെയിനാണ് ഏറ്റവും കൂടുതലുള്ള സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ ലിബിഡോയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാം, മൂഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം, എനർജിയിൽ മാറ്റങ്ങൾ കാണാം. 2015 ടെസ്റ്റോസ്റ്ററോൺ എടുക്കുന്നവർക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള റിസ്ക് കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഏതൊരു പ്രിപ്പറേഷൻ, അത് ഇഞ്ചക്ഷൻ ആണെങ്കിലും ജെല്ലാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലേബിളിൽ കൃത്യമായിട്ടും കാർഡിയോവാസ്കുലർ, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാമെന്നുള്ളത് കമ്പനികൾ കാണിക്കേണ്ടതാണ്. വേറൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് രക്തത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. എംബോളിസം ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. റെഡ് ബ്ലഡ് സെൽസ് കട്ട പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ അത് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ TRT തുടങ്ങുന്നതിന് മുമ്പേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ 3 മാസത്തിന് ശേഷം, 6 മാസത്തിന് ശേഷം, പിന്നെ എല്ലാ വർഷവും നോക്കേണ്ടതാണ്. അതേപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നില്ല എന്നുള്ളതും
6 മാസം കഴിയുമ്പോഴും ഓരോ വർഷവും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എടുക്കാൻ പാടില്ലാത്തവരായിരിക്കാമെന്ന് പറയാം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ TRT റെക്കമെൻഡ് അല്ല. നിങ്ങൾക്ക് ഓൾറെഡി ബ്രസ്റ്റ് ക്യാൻസറോ പ്രോസ്റ്റേറ്റ് ക്യാൻസറോ ഉണ്ടെങ്കിൽ TRT എടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് സ്ലീപ്പ് ഏപ്നി ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ TRT റെക്കമെൻഡ് അല്ല. നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിനേക്കാളും മറ്റ് നല്ല ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ഹിമറ്റോക്രിറ്റിൻ്റെ വാല്യൂ CBC ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന ഒരു വാല്യൂ ആണിത്. ബ്ലഡിൻ്റെ കോൺസെൻട്രേഷനാണ് ഇത് കാണിക്കുന്നത്. ഇത് കൂടുതലാണെന്നുണ്ടെങ്കിലും TRT റെക്കമെൻഡ് അല്ല. നിങ്ങൾ PSA ടെസ്റ്റ് ചെയ്തിട്ട് അത് 4 നാനോഗ്രാം/ml കൂടുതലാണെന്നുണ്ടെങ്കിൽ TRT റെക്കമെൻഡ് അല്ല. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. TRT സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ടെസ്റ്റോസ്റ്ററോൺ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ഡോക്ടറിനെ കൺസൾട്ടേഷൻ ഇല്ലാതെ ഒരു കാരണവശാലും സ്റ്റാർട്ട് ചെയ്യരുത്. ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ ക്വസ്റ്റ്യൻസൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരു തരത്തിലുള്ള ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ നാച്ചുറലി ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂട്ടാൻ കുറേ വഴികളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കാണുക. സെക്ഷൽ ഹെൽത്തിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.